NDA 150 സീറ്റുകൾ കടന്നിട്ടുണ്ട് സർ. അപ്പൊ ഇനിയിപ്പോ ഒരു പിന്നോട്ട് നോക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇല്ല. മഹാഗത്ബന്ധൻ ആദ്യഘട്ടത്തിൽ ഒന്ന് മുന്നോട്ട് വന്നെങ്കിലും പിന്നീട് മുന്നോട്ട് നോക്കേണ്ടി വന്നില്ല. പിന്നോട്ട് തന്നെയായിരുന്നു അതെ, പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിൽ തന്നെ RJDക്കാണ് മേൽക്കോയ്മ ഉള്ളതും. അത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞതുപോലെ ഇത്രയൊക്കെ രാഹുൽ ഗാന്ധി കിടന്ന് പണിയെടുത്തിട്ടും കോൺഗ്രസ് ക്ലച്ച് പിടിക്കുന്ന ഒരു സാഹചര്യമില്ല. സ്വാഭാവികമായും ഇവര് ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും നേടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ കോൺഗ്രസിന്റെ വാലെ തൂങ്ങേണ്ട ആവശ്യം? മുന്നണി എന്തിനാണ്? സഖ്യം തീർന്നു. രാജടി ഒരു പക്ഷേ ശിവൻ ഭാവിയെ തൊട്ടാൽ ശിവനും ഭാവിയാവും എന്ന് പറയുന്നത് പോലെ ഈ തേജസ്വി യാദവ് അദ്ദേഹം ഈ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിയത്. ഇത് പണ്ട് നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ ഇത്തിൽ കണ്ണിയാണ് കോൺഗ്രസ്, പരാന്ന ജീവി. കാരണം അത് എവിടെ ഇരിക്കുന്നോ അവരുടെ സീറ്റുകളും കൂടി ഇവർ നേടും, മറ്റുള്ളവരുടെ സീറ്റുകൾ ഇല്ലാതെയാവും. ഇത് തന്നെയാണ് ഇത്തിൽ കണ്ണിയും ചെയ്യുന്നത്. മരത്തിൻ്റെ മുകളിലിരുന്നും കൊണ്ട് മരത്തിൻ്റെ ആഹാരമെല്ലാം സ്വയം ഭക്ഷിക്കും, ഒരാഹാരവും മരത്തിന് തിരിച്ചു കൊടുക്കുകയില്ല എന്ന് പറയുന്ന പോലെ. ഇന്ന് മാത്രമല്ല, മരത്തിനാണ് നഷ്ടം, ഇത്തിൽ കണ്ണിക്ക് ലാഭം. അത്തരം ഇത്തിൽ കണ്ണിയാണ് ഈ കോൺഗ്രസ് എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഉള്ള വോട്ടും കൂടെ പോയി. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്ന ഇത് ഇതിപ്പോൾ മൂന്നാമതായി. കാരണം ആദ്യം BJP വരുന്നത്. BJP 69 സീറ്റ് കടന്നു കഴിഞ്ഞു. RJD 59 നിൽക്കുന്നതേ ഉള്ളൂ. അതുപോലെ JDU എന്ന് പറയുന്ന കക്ഷി മുന്നോട്ട് കയറി 76ലേക്ക് പോയി. അതിൻ്റെയും പിന്നിലായിട്ടാണ് ഇവരുടെ സ്ഥിതി ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ അതെ പിന്നോട്ടടിച്ചു. 3-ാം സ്ഥാനത്തായി. 1-ാം സ്ഥാനമില്ല, 2-ാം സ്ഥാനവും ഇല്ല. ഈ കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് തന്നെ പോവുകയാണ് കാര്യങ്ങൾ. അതെ, അതിലേക്ക് പോവാണ്. അതായത് 2020 ബീഹാർ അന്നത്തെ തിരഞ്ഞെടുപ്പില് RJD 75 സീറ്റുകളുമായിട്ടാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ഫിനിഷ് ചെയ്ത പാർട്ടിയാണ്. അതെ. ആ പാർട്ടി ഈ തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പില് എങ്ങും എത്താത്ത ഒരവസ്ഥയിലേക്ക് ഒരു നല്ല ഫൈറ്റ് കൊടുത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഈ ഫൈറ്റ് വലിയ പ്രാവശ്യം ഇത് ആദ്യം തൊട്ട് ട്രെൻഡ് എന്ന് പറഞ്ഞ ഏകപക്ഷീയമായിട്ട് അങ്ങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് NDAയുടെ. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് ഏകപക്ഷീയമായ വിജയം. തേജസ്വി യാദവ് വിചാരിച്ചിരുന്നത് ജയിക്കുമായിരുന്നിരിക്കാം. കോൺഗ്രസുമായിട്ടുള്ള കൂട്ടുകൊണ്ട് RJDയുടെയും നില പരിങ്ങല്ല. ഇനി മേലിൽ ഈ ഒരു കക്ഷിയുമായിട്ട് ഇനി സഖ്യമില്ലാന്ന് ഇപ്പം തന്നെ അവർ ഉറപ്പായിട്ടും തീരുമാനിച്ചു. അതെ, ഒരു നയപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാതെ കൃത്യമായി ഇതിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രവർത്തിക്കാതെ വെറുതെ കുറച്ച് ആരോപണങ്ങൾ, അതും ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് മാത്രം ഇത്തരം ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാമെന്നുള്ളത് രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പാർട്ടികളും ഒക്കെ ഒരു ദീർഘവീക്ഷണത്തോടെ നോക്കി കാണേണ്ടതല്ലേ? ഇത് മാത്രമല്ല ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നുള്ളത് നോക്കി കാണാനായിട്ട് രാഹുൽ ഗാന്ധിയെ നമ്മൾ ഒഴിവാക്കാം. കാരണം അദ്ദേഹം വിവേകപൂർവ്വം ചിന്തിക്കുന്നത് വളരെ കുറവാണല്ലോ. അപ്പൊ അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിയ കൂടെയുള്ള താരതമ്യേന 33 അത്രയും വയസ്സേ ഉള്ളൂ തേജസ്വിക്ക്. അപ്പൊ അതെ, ആ പ്രായമുള്ള തേജസ്വി അതായത് യുവരക്തമാണ്. അപ്പൊ ആ ഒരു ബ്ലഡ് കൊണ്ടെങ്കിലും അദ്ദേഹം ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെയല്ല ഈ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നുള്ളത്. അപ്പൊ പൂർണ്ണമായിട്ടും തകിടം മറിഞ്ഞുപോയി. പക്ഷെ അദ്ദേഹം 18-ാം തീയതി സത്യപ്രതിജ്ഞ എന്നുവരെ പറയുകയും ചെയ്തു. അതൊരു പക്ഷെ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. ഏതൊരു നേതാവിന് അവസാന നിമിഷം വരെ ആത്മവിശ്വാസം ഉണ്ടാകുമല്ലോ. 18-ാം തീയതി ഇനിയിപ്പോ ഒരു സത്യപ്രതിജ്ഞ ചെയ്യാം. കോൺഗ്രസുമായി മേലിൽ ഞാനോ എന്റെ പാർട്ടിയോ സഖ്യം ഉണ്ടാക്കുകയില്ലെന്നൊരു സത്യപ്രതിജ്ഞ ചെയ്താ വീണ്ടും നമുക്കൊരു അംഗം നേരിടാനുള്ള ബാല്യം കിട്ടും. അതുപോലെ ഇപ്പൊ 16 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത്. 29 സീറ്റ് ദാനമായിട്ട് കൊടുത്തിട്ട് അതിൽ 16 പിടിച്ചിട്ടുണ്ട് തേജസ്വിയോടെ. പക്ഷെ തേജസ്വിയുടെ സീറ്റുകൾ മുഴുവൻ പോയി. അതാണ് ഈ പരാന്നജീവി എന്ന് പറയുന്നത്. തേജസ്വിക്ക് ഉണ്ടായിരുന്ന സ്ഥാനവും പോയി, സീറ്റുകളും പോയി. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച് നമുക്കിപ്പോൾ കിട്ടുന്ന ട്രെൻഡ് ഈ നിമിഷം 69 സീറ്റുണ്ട് BJPക്ക്, JDUവിന് 70 കടന്നു 76 ആയിട്ടുണ്ട്. അങ്ങനെ പോകുന്നു ട്രെൻഡ്.
അപ്പം നിതീഷ് കുമാർ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിനിടയിൽ ഒരു കാര്യം കൂടിയുണ്ട്. സാറ് പറഞ്ഞല്ലോ, തേജ് പ്രതാപ് യാദവ്, തേജസ്വിയുടെ സഹോദരൻ അതെ, അദ്ദേഹം പറയുന്നത് ഇനി ഒരിക്കലും ആ ബന്ധം വഴിവിട്ടു, ഇനി ഒരിക്കലും ആ പാതയിലേക്ക് പോകില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബഹുമാനവും കരുതലും കാണിച്ച ഒരു ഘട്ടം വരെ അദ്ദേഹം സുഖമായിരുന്നു. ആളുകൾ ബഹുമാനത്തിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ആരും അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. മൂത്ത യാദവ് തന്റെ ഇളയ സഹോദരനെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്. അതായത് തന്റെ പാർട്ടിയായിട്ടുള്ള ജനശക്തി ജനതാദളിന്റെ ബീഹാർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹവും വേർപിരിഞ്ഞു പോയിട്ടുണ്ട്, ഉറപ്പിച്ചു. പക്ഷെ എല്ലാവരും വിചാരിച്ചത് ഒരു പിന്നോട്ടടിക്കുമ്പോൾ അനിയനൊപ്പം ചേരുമെന്നായിരിക്കാം. ഒരു പക്ഷെ അതിനുള്ള മറുപടി ആയിരിക്കാം അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അല്ല, വേറൊരു ഇതിലും രസം, പ്രതാപ് യാദവ്, തേജ് പ്രതാപ് യാദവ് ഇപ്പൊ പുറകോട്ട് പോവുകയാണെങ്കിലും ഇതിനു മുമ്പ് അദ്ദേഹം നല്ലൊരു കമന്റ് കൊടുത്തു. അതായത് ഈ തേജസ്വി യാദവ് ഇനി വീട്ടിൽ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ച് കളിച്ചുകൊണ്ടിരിക്കുക, പ്രായം കുറവല്ലേ, അദ്ദേഹത്തിന്റെ അനിയനാണ്, അതുകൊണ്ട് ഇനി ജയിക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം പ്രവചിച്ചത് എന്തായാലും ശരിയായി. പുള്ളി തോറ്റെങ്കിലും ഈ അനിയൻ ജയിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞത് ശരിയായി, അത് ശരിയായിട്ടുണ്ട്. ഇപ്പൊ പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യണം. പറഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിജയം ഇവർക്ക് നേടാൻ കഴിഞ്ഞു? രാഹുൽ ഗാന്ധിയുടെ വിഡ്ഢിത്തം കൊണ്ടാണെന്നും ഈ പിന്നെ വോട്ട് ചോരിയും കൊണ്ട് നടന്നതുകൊണ്ടാണ് ഇയാൾ ഈ തോറ്റു പോയതെന്ന് നമുക്കറിയാം. ഇയാളെ ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതും അറിയാം. പക്ഷേ എന്തുകൊണ്ട് BJP ഇങ്ങനെ ഒരു വമ്പൻ വിജയം, അതായത് എത്രാമത്തെ തവണയാണ് 20 വർഷം പൂർത്തിയാക്കി ഒരു ഭരണം വീണ്ടും തുടരുന്നത്? ഒരു വലിയ അസാധ്യമായ ഒരു അത്ഭുതമാണ്. എന്തുകൊണ്ട് ഈ അത്ഭുതം സംഭവിച്ചു? എന്താണ് പ്രജിതയുടെ അഭിപ്രായം? സർ, കൃത്യമായ രീതിയിലുള്ള SIR നടപ്പാക്കൽ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. പിന്നെ വളരെ വിവേകപൂർവമാണ് BJPയുടെ ഓരോ കളികളും. എനിക്കത് കൂടുതലായിട്ട് എനിക്കറിയില്ല. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് BJP അതായത് ഇവർ BJPക്കെതിരെ പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളും സത്യത്തിൽ വ്യാജമാണെന്ന് തെളിയുക മാത്രമല്ല, അത് BJPക്ക് ഗുണം ചെയ്യുന്ന രീതിയിലും അത് ഇതുവരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പ്രജിതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട് ബീഹാറിൽ, അതുകൊണ്ടാണ് ഇവർ ഇത്രയും ജയിച്ചത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട എക്സാക്ട്ലി. അതെന്താണെന്ന് അറിയാം? മദ്യം നിരോധിച്ചു. മദ്യം എന്ന് പറഞ്ഞാൽ എല്ലാ തരം മദ്യങ്ങളും. കള്ള് ഇവിടെ മദ്യം നിരോധിച്ചപ്പോൾ ചാരായം മാത്രമേ AK ആന്റണി നിരോധിച്ചുള്ളൂ. കള്ള് സുലഭമാണ് അവിടെ. പക്ഷേ പനങ്കള്ള്, ഈ പനങ്കള്ളുമൊക്കെ കുടിച്ച് മത്ത് പിടിച്ച് പെണ്ണുങ്ങളെ വന്ന് ഉപദ്രവിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്ത്രീകളെല്ലാം മദ്യത്തിനെതിരായിരുന്നു ഇവിടെ. ആ മദ്യം കംപ്ലീറ്റ് നിരോധിച്ചു ഇത്രയും നാൾ. ഒരുപാട് നഷ്ടമുണ്ട് സ്റ്റേറ്റിന്. മുഴുവൻ നിരോധിച്ച സ്ത്രീകൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവരുടെ പ്രിയ താരമാണ് നിതീഷ് ഇന്ന്. മനസ്സിലായി? നിതീഷ് ഇന്ന് അങ്ങനെയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടൊരു നേതാവായിട്ട് അദ്ദേഹം മാറിയത്. പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ മോദിയുടെ ഒരു പദ്ധതി, അദ്ദേഹം ശരിക്ക് കാര്യങ്ങൾ പഠിച്ച് മക്കാനി ബോർഡ്, മക്കാനി എന്നാണ് എനിക്ക് തോന്നുന്നത്, അത് മക്കാനിയാണോ എന്നുള്ളത് തിരുത്തണം, പ്രേക്ഷകർ തിരുത്തിക്കൊള്ളും. അത് മക്കാനി ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? താമരയല്ല, ആമ്പലല്ലേ, ആമ്പലിന്റെ ഒരു ഭാഗം എടുത്തിട്ട് അത് ഉണക്കി പാക്കറ്റ് ചെയ്ത് മുംബൈയിലൊക്കെ കിട്ടുക. വലിയ സ്വാദൊന്നുമില്ല, പക്ഷെ നല്ല ശരീരത്തിന് ഔഷധ ഗുണമുള്ള എന്ന് പറയുന്നു. അങ്ങനൊരു സാധനം, അതിനൊരു ബോർഡ് ഉണ്ടാക്കി അതിപ്പോൾ വിദേശത്തേക്കും ഒക്കെ കയറ്റി അയക്കാനുള്ള സംരംഭം ഇവരുടെ ജീവിത മാർഗമാണ്. മക്കാനി അവർ മച്ചലി, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ആദായ മാർഗങ്ങൾ പാവപ്പെട്ട ഗ്രാമീണർക്ക്. അവരുടെ ആദായം വളരെയധികം വർദ്ധിപ്പിക്കാനുള്ള വഴികളുണ്ടായി. പിന്നെ വേറൊന്നുള്ളത് അവരുടെ കൃഷി എന്ന് പറയുന്നത് വെറ്റിലയാണ്. വെറ്റില എന്ന് പറയുന്നത് ഉണ്ടല്ലോ, പാനിലൊരു പ്രധാന ചേരുവയാണ്. അതില്ലെങ്കിൽ ബീഹാറില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വലിയ തോതിൽ ജനങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാക്കി ഭരണം. സ്ത്രീ വോട്ടർമാരുടെ വോട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ബീഹാറിലെ ജനങ്ങൾ സന്തുഷ്ടരാണെന്നുള്ളതാണ് ഈ ഫലം തെളിയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പത്രങ്ങൾ മാതൃഭൂമിയൊക്കെ ബീഹാറിലെ ജനങ്ങൾ അയ്യോ കഷ്ടം, അയ്യോ ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് കഴിയുന്നു എന്നും പറഞ്ഞ് എന്തെല്ലാം എഴുതി വിട്ടെന്നറിയാം. ക്യാമ്പയിൻ പ്രൊപ്പഗാൻഡ അവർ നയിച്ചു. കണ്ടോ? ഇതെങ്കിലും കണ്ട് പഠിക്കുന്ന ഈ പത്രക്കാരോട് എനിക്ക് പറയാം. അന്നും ഇന്ന് ഞാൻ പറഞ്ഞു BJP ജയിക്കും. അതിന് തക്ക മാറ്റം, ഒരു ട്രാൻസ്ഫർമേഷൻ ബീഹാറിലുണ്ടായിട്ടുണ്ട്. ജംഗൽ രാജിൽ നിന്ന് ഈ പ്രശാന്ത് സുമൻ സ്വപ്നം കണ്ട ജൻ സുരാജിലേക്ക് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അതാണ് പ്രശാന്ത് സുമൻ ഒരു സീറ്റ് പോലും കിട്ടാതിരിക്കും. ഇനി പ്രശാന്ത് സുമനും വീട്ടിൽ ആരോ പറഞ്ഞു, പ്രശാന്ത് കിഷോറിന് ഇനി വീട്ടിൽ ട്രെൻഡിൽ അല്ലേ, അപ്പൊ അദ്ദേഹം ഭരണത്തിൽ വരുമെന്ന് പറയാ, AAP പോലെ ഭരണത്തിൽ വരുമെന്നാ പ്രതീക്ഷിച്ചത്. അതൊന്നുമില്ല. അപ്പൊ ഇനി വീട്ടിൽ പോയിരുന്ന അദ്ദേഹത്തിന്
ഈ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും വീട്ടുകാര്യങ്ങളൊക്കെ ചന്ദ്രമനെ. അതാണ്, അത്രയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.